ഹായ് ഹലോ, ഏവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കീം 2025 ഇനി ഏതാനും ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കീമിന്റെ ആ ഒരു എക്സാമിനേഷൻ ആരംഭിക്കുവാനായിട്ട്. നമുക്കറിയാം, ഏപ്രിൽ 24 മുതൽ ഏപ്രിൽ 28 വരെ ആയിരിക്കും കീമിന്റെ ഈ വർഷത്തെ എക്സാം നടക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളായ നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എഴുതാനായിട്ട് പോകുന്നത്. മുൻകാലങ്ങളിലൊക്കെ തന്നെ ഈ ഒരു എക്സാം OMR ഷീറ്റ് വഴി ഹാൻഡ് റിട്ടൺ ആയിട്ട് പേപ്പറും പെന്നും യൂസ് ചെയ്ത് നടത്തിയിരുന്ന ഒരു എക്സാമാണ്. എന്നാൽ കഴിഞ്ഞ 2024 തൊട്ടാണ് കീം എക്സാമുകൾ ഓൺലൈനായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആക്കി മാറ്റിയത്. അപ്പോൾ +2 കഴിഞ്ഞ നിങ്ങൾ ഒരു വിദ്യാർത്ഥിയും ഇതുവരെയും അങ്ങനെ ഒരു കമ്പ്യൂട്ടർ ടെസ്റ്റ് നടത്തി യാതൊരുവിധ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇല്ലായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്, ആ ഒരു എക്സാമിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ മുൻകരുതലായിട്ട് നടത്തേണ്ടത് എന്നതിനെ പറ്റിയുള്ള വിശദമായ ഒരു വിവരം തന്നെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയും ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ആവശ്യമുള്ള വാർത്തകളുമായി ഞങ്ങൾ കൂടുതൽ വീഡിയോകളുമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുമെന്ന് ഉറപ്പു തരികയാണ്. ആദ്യമായി തന്നെ നിങ്ങൾ എക്സാമിന് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ മെയിൻലി 3 കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഹാൾ ടിക്കറ്റ്. 2, നിങ്ങൾക്ക് ആവശ്യമായ ഒരു ബോൾ പെൻ. മൂന്നാമത്തെ കാര്യം, വോട്ടർ ID അല്ലെങ്കിൽ ആധാർ കാർഡ്, പാൻ കാർഡ് തുടങ്ങി ഏതെങ്കിലും ഒരു ഗവൺമെന്റ് അംഗീകൃത ഈ ഒരു ID കാർഡാണ് നിങ്ങൾ പിന്നീട് കൊണ്ടുപോകേണ്ടത്. നിങ്ങൾക്ക് +2 കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ആധാർ കാർഡ് തന്നെയായിരിക്കും. അപ്പോൾ ആധാർ കാർഡ്, ഹാൾ ടിക്കറ്റ്, അതുപോലെ തന്നെ ഒരു ബോൾ പെൻ, ഈ 3 കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുള്ളൂ. ഇനി എക്സാം നടക്കുന്നത് ഒരു ബയോമെട്രിക് സിസ്റ്റത്തിന്റെ സഹായത്തോടെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെന്ന് കയറുമ്പോൾ തന്നെ എക്സാം ഹാളിൽ നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ സെൻസർ ചെയ്യുന്ന കുറച്ച് പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ അലോട്ട് ചെയ്ത് തരുമായിരിക്കും. ആ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ചെന്നിരിക്കുമ്പോൾ തന്നെ അതിന്റെ ലെഫ്റ്റ് സൈഡ് സ്ക്രീനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റോൾ നമ്പർ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ റോൾ നമ്പറിന് അനുസരിച്ചുള്ള അതേ സിസ്റ്റത്തിൽ തന്നെയാണ് നിങ്ങൾ ഇരിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുക. ഏതെങ്കിലും കാരണവശാൽ അതിനെന്തെങ്കിലും മിസ്മാച്ച് വരികയാണെങ്കിൽ ഉടനെ തന്നെ ഇൻവിജിലേറ്ററിനെ വിളിച്ച് ആ ഒരു കാര്യം നിങ്ങൾ അവതരിപ്പിക്കേണ്ടതുണ്ട്. ഇനി പരീക്ഷയുടെ കാര്യത്തിലേക്ക് വന്നാൽ ടോട്ടൽ നിങ്ങൾക്ക് BTech എഞ്ചിനീയറിംഗ് എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് 150 ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തി 600 മാർക്കിന്റെ പരീക്ഷയായിരിക്കും. അതിൽ 75 മാർക്ക് മാത്തമാറ്റിക്സും 45 മാർക്ക് ഫിസിക്സും 30 മാർക്ക് കെമിസ്ട്രി, ഇങ്ങനെയായിരിക്കും ആ ഒരു 150 ചോദ്യങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. ഇനി B.Pharmയുടെ കാര്യത്തിലേക്ക് വന്നാൽ അവർക്ക് ഈ മാത്തമാറ്റിക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കത്തില്ല. 45 ഫിസിക്സ് ചോദ്യങ്ങളും 30 കെമിസ്ട്രി ചോദ്യങ്ങളും ഉൾപ്പെടെ 75 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി 300 മാർക്കിനായിരിക്കും എക്സാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ചോദ്യത്തിന് 4 മാർക്കും ഒരു മൈനസ് മാർക്കിന്, ഒരു ചോദ്യം തെറ്റിച്ചാൽ 1 മാർക്ക് നിങ്ങൾക്ക് അവിടെ നെഗറ്റീവായിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇൻ കേസ് നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്നും അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അവിടെ 0 മാർക്ക് ആയിരിക്കും. അത് വേറെ അതിലെ പ്രയോറിറ്റി താഴെ പോവുക, അങ്ങനെ ഒരു കാര്യങ്ങളും വരുന്നില്ല. നിങ്ങൾ എത്ര മാർക്കിനാണോ അറ്റൻഡ് ചെയ്യുന്നത്, അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് 0 മാർക്കായി പോവുകയും തെറ്റുന്ന ക്വസ്റ്റ്യൻസ് നെഗറ്റീവ് -1 മാർക്ക് ലഭിക്കുകയും ശരിയാക്കുന്ന ക്വസ്റ്റ്യൻസിന് +4 4 മാർക്ക് കിട്ടും എന്ന രീതിയിലായിരിക്കും ഈ ഒരു എക്സാം പാറ്റേൺ നടക്കുന്നത്. ഇനി ഈ ഒരു സമയക്രമം പറഞ്ഞത് തന്നെ ആദ്യത്തെ 90 മിനിറ്റ് നിങ്ങൾക്ക് ടോട്ടലി വരുന്നത് ഈ ഒരു 3 മണിക്കൂർ എക്സാം ആയിരിക്കും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വരുന്നത്. അതിൽ 1.5 മണിക്കൂർ, ആദ്യത്തെ 90 മിനിറ്റ് നിങ്ങൾക്ക് മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിരിക്കും വരുന്നത്. അപ്പോൾ ഈ 75 ക്വസ്റ്റ്യൻസ് 90 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ചെയ്യണം. കാരണം ഈ 90 മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സിസ്റ്റത്തിൽ സെക്കൻഡ് സ്റ്റേജിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നിങ്ങൾക്കിപ്പോൾ മാത്സിനായിട്ട് കൂടുതൽ സമയം യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ 300 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് 150 ക്വസ്റ്റ്യൻസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 1.5 മണിക്കൂർ മാത്തമാറ്റിക്സും 1.5 മണിക്കൂർ ഫിസിക്സ് കെമിസ്ട്രി എന്ന രീതിയിലാണ്. അപ്പോൾ ആദ്യത്തെ 90 മിനിറ്റ് 1.5 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ സ്ക്രീനിലുള്ള മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസപ്പിയർ ആവും. അതിന് നിങ്ങൾ 75 അറ്റൻഡ് ചെയ്താലും ഇല്ലെങ്കിലും ആ ഒരു സെക്ഷൻ അവിടെ കഴിയുകയാണ്. പിന്നെ വരുന്നത് നിങ്ങളുടെ ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും സെക്ഷൻ ആയിരിക്കും. അതിനും വീണ്ടും 90 മാർക്കായിരിക്കും ലഭിക്കുന്നത്. 90 മിനിറ്റ് ആയിരിക്കും ലഭിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 3 മണിക്കൂർ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സിസ്റ്റം ഷട്ട് ഡൗൺ ആവും. നിങ്ങൾക്ക് സാധാരണ OMR ഷീറ്റിലെ പോലെ എക്സ്ട്രാ ടൈമോ അങ്ങനെ ഒന്നും നിങ്ങൾക്ക് ടൈം കാൽക്കുലേറ്റ് ചെയ്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ അവസാനം അങ്ങനെ ഒന്നും പറ്റത്തില്ല. എപ്പോഴാണോ ആ 90 മിനിറ്റ് കഴിയുന്നത് അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ എൻഡ് ചെയ്യുകയും രണ്ടാമത്തെ 90 മിനിറ്റ് കഴിയുമ്പോൾ സെക്കൻഡ് സെക്ഷൻ എൻഡ് ആവുകയും ചെയ്ത് നിങ്ങളുടെ എക്സാം ഇവിടെ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിലേക്ക് പോകുന്നത്. അതിൻ്റെ എല്ലാ ടെൻഷനും നിങ്ങൾ കാണും. പക്ഷേ
യാതൊരുവിധ ടെൻഷൻ്റെയും കാര്യമില്ല. നമ്മൾ നോർമലി മൗസ് ഉപയോഗിച്ച്, കീബോർഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, നോർമലി മൗസ് ഉപയോഗിച്ച് ഓരോ ക്വസ്റ്റ്യനും 5 ഓപ്ഷൻസ് കാണും. ആ 5 ഓപ്ഷനിൽ ഏതാണോ നിങ്ങൾക്ക് വാലിഡ് ആയിട്ട് തോന്നുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് ആ ഒരു ക്വസ്റ്റ്യൻ സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. 300 മാർക്കിന്റെ എക്സാം ബി ഫാർമയ്ക്കും 600 മാർക്കിന്റെ എക്സാം ബി ടെക്കിനുമാണുള്ളത്. എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ നോക്കുന്ന വിദ്യാർത്ഥികൾക്കുമാണുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ ഈ ഒരു എക്സാമിനെ അഭിമുഖീകരിക്കുക. തുടർന്നുള്ള വീഡിയോകളിൽ ഈ കീം എക്സാമിന്റെ കമ്പ്യൂട്ടറിൽ നമുക്ക് ചില കോഡുകൾ കാണാൻ പറ്റും, അതിനെപ്പറ്റിയും അതുപോലെ തന്നെ നിങ്ങളെ ഡ്രസ് കോഡിനെ പറ്റിയും എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന്റെ മുൻകരുതലുകളായി നിങ്ങൾ ചെയ്യേണ്ടതിനെ പറ്റിയുമുള്ള വിശദമായ വിവരങ്ങൾ വരുന്ന വീഡിയോകളിലൂടെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന്റെ വിവരങ്ങൾ അറിയുവാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഞങ്ങളോടൊപ്പം തുടരുക. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.